അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ബിസിനസ് ജേർണീൻ്റെ. അപ്പോൾ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തു. എനിക്ക് പേഴ്സണലി ആണെങ്കിലും അല്ലാതാണെങ്കിലും മെസ്സേജ് അയച്ചു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പറയാൻ കാരണം എൻ്റെ യൂട്യൂബ് ചാനൽ വെറും 48 സബ്സ്ക്രൈബേഴ്സാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ 78 സബ്സ്ക്രൈബേഴ്സായി മാറിയിട്ടുണ്ട്. എൻ്റെ വീഡിയോസിന് വ്യൂസ് കൂടി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്കൊരു സന്തോഷമാണ്, അഭിമാനമാണ്. പിന്നെ നല്ല എനിക്ക് അത്രയും പേഴ്സണലി അറിയാവുന്നവർ എന്നെ വിളിച്ചു, നല്ല രസമുണ്ട് വീഡിയോ കാണാൻ, ഓൺ വോയിസ് ആണെങ്കിലും വോയിസ് ആണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ തന്നെ പോവുക. പിന്നെ നമ്മൾ ഈ എന്താ പറയുക സോഷ്യൽ മീഡിയയിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അത് എന്നോട് എൻ്റെ ഒരു ബ്രദർ പറഞ്ഞതാണ് കേട്ടോ. നമ്മളെ വെച്ച് കാശ് ഉണ്ടാക്കാൻ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാണ്ടിരിക്കുക, അങ്ങനത്തെ രീതിയിലുള്ള വീഡിയോ ചെയ്യുക. അപ്പോൾ മാക്സിമം അങ്ങനെ തന്നെയാണ് നോക്കണേ. ഇങ്ങനത്തെ വീഡിയോ ആണ്. ഇതൊക്കെ വെച്ച് ആരെയും ക്യാഷ് ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ജേണിയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമായി. എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ട്, ഇതിന് മുമ്പോട്ട് ഇനി ഇത് വെച്ച് ഇനിയിപ്പോൾ ബിസിനസ് എന്താ പറയുക അഥവാ നിന്ന് പോകേണ്ടി വന്നാലും യൂട്യൂബ് കണ്ടിന്യൂ ചെയ്യാം, അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഇടുക, ഇൻസ്റ്റാഗ്രാമിൽ ഇടുക. അങ്ങനെ ഒരുപാട് പേര് എനിക്കറിയാത്ത കുറേ സംഭവങ്ങൾ പറഞ്ഞു തന്നു. എന്തായാലും എല്ലാവർക്കും നന്ദിയുണ്ട്, എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട്. അപ്പോൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് തുടക്കം കുറിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫണ്ടിന് വേണ്ടി പോവുകയാണെന്ന്. പക്ഷേ ദൈവാനുഗ്രഹം ഇല്ലാത്തത് കൊണ്ട് ഉള്ളത് കൊണ്ടാണോ ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ആ ഫണ്ട് റെഡി ആയില്ല. അത് നമുക്ക് കിട്ടേണ്ടതാണ്, പക്ഷേ എന്താ പറയുക അത് കിട്ടിയില്ല. കുഴപ്പമില്ല, ഞാൻ ആ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു ഇനി എന്ത് ചെയ്യാമെന്ന്. അപ്പോഴാണ് ഞാൻ മലപ്പുറത്ത് പോവുകയാണ്. ഇപ്പോൾ മലപ്പുറത്ത് അവിടെ കളക്ടറേറ്റിൻ്റെ അവിടെയാണ് പോകാൻ നിൽക്കുകയാണ്. ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴി എടുക്കുമ്പോൾ എനിക്ക് അവിടെ നടന്നെത്താൻ നേരം മലപ്പുറം എത്തണം. പിന്നെ മോള് തിരിച്ചെത്തുന്നതിന് മുമ്പ് എനിക്ക് എത്തണം. അവൾ 4 മണിയാകുമ്പോൾ എത്തും. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് അവളെ വീട്ടിലെത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. മലപ്പുറം കളക്ടറേറ്റിൻ്റെ അവിടെയാണ് ഓഫീസ്. ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണ്. നമുക്ക് പലിശയ്ക്ക് എടുക്കാം. പലിശയ്ക്കല്ല, നമുക്ക് ലോണാണ്. പക്ഷെ അതിന് പലിശയില്ല. സ്ത്രീകൾക്കെന്നല്ല എല്ലാവർക്കും മുൻഗണനയാണ്. സ്ത്രീകൾക്കാണ് കുറച്ചും കൂടെ മുൻഗണന. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആൾക്കാർ, പിന്നെ വീട് വെച്ചിട്ട് വീട് വീണ്ടും റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം, പിന്നെ വീട് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഉള്ള ലോണുകൾ അവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ പലിശയില്ല. 30 വർഷത്തിൻ്റെ ഉള്ളിൽ തിരിച്ചടച്ചാൽ മതി. 10 ലക്ഷം വരെ കിട്ടുമെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഞാൻ എന്തായാലും 10 ലക്ഷം എനിക്ക് ആവശ്യമില്ല കേട്ടോ, ഞാൻ എടുക്കുന്നില്ല. ഞാൻ ഏറിപ്പോയ ഒരു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ പലിശ ഇല്ലാതെ നമുക്ക് 10 ലക്ഷം വരെ കിട്ടുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്വേഷിക്കാൻ വേണ്ടി മലപ്പുറം കളക്ടറേറ്റ് ഓഫീസിൽ പോവുകയാണ് ഞാൻ. അപ്പോൾ ഇനിയിപ്പോൾ പ്രാർത്ഥന എന്ന് വെച്ചാൽ അവിടെയും പോയിട്ട് ഒന്നുമില്ലാത്ത രീതിയിൽ മടങ്ങി വരരുത് എന്നാണ്. എന്തായാലും കിട്ടും എന്നാണ് ഞാൻ അന്വേഷിച്ചിടത്തോളം പറഞ്ഞത്. എന്നോട് എനിക്കിതൊരാൾ പറഞ്ഞു തന്നാ കേട്ടോ. എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞു തന്നാണ്. അപ്പോൾ ഞാനതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴും ആൾ പോയി അന്വേഷിച്ചപ്പോൾ ഒക്കെ അത് ഉള്ളതാണ്. പക്ഷെ നമ്മൾ അവിടെ പോയി കാര്യത്തോടെ എടുക്കുമ്പോഴാണല്ലോ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നത്. അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ കാരണം നമ്മൾ പോകുമ്പോൾ ഇതിന് തിരക്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല. അപ്പോൾ അത് പോകുന്നത് എന്തിനാന്നുള്ളത് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. പോകുമ്പോൾ എങ്ങനെയാലും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. ഇനി അവിടെ എത്തി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ വീട്ടിൽ വന്നിട്ട് എന്താണെന്ന് പറയാം. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഞാൻ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാൻ. ഇപ്പോൾ കൊണ്ടുവന്ന ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അത് അവർ പറഞ്ഞിട്ടല്ല, ഞാൻ എൻ്റെ ബാഗിൽ എടുത്ത് വെച്ചതാണ് ഒരു മുൻകരുതൽ. അഥവാ ഞാൻ അവിടെ പോയിട്ട് വേണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും പോയി വന്നതിൻ്റെ ശേഷം ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എന്തൊക്കെയാണ് അറിയാത്തവരാണെങ്കിൽ വിളിച്ച് അന്വേഷിക്കുക. ഞാൻ അവരുടെ നമ്പർ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവിടുത്തെ. അപ്പോൾ ഇത് ജെന്യൂൻ ആയിട്ടുള്ള കാര്യം തന്നെയാണ്, അതോ എനിക്ക് ഉറപ്പാണ് ഉണ്ട് എന്നുള്ളത്. കാരണം കിട്ടിയവരും എന്നോട് പറഞ്ഞു, പോയി നോക്കി അതിനെ കുറിച്ചിട്ട് ഇപ്പോൾ പ്രൊസീജിയറൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവരും പറഞ്ഞു. ഇനിയിപ്പോൾ എനിക്കൊരു തലവര ഉണ്ടല്ലോ, അതിന് അവിടെ പോയിട്ട് എന്താവും എന്ന് എനിക്കറിയില്ല. എന്നാലും പ്രാർത്ഥിച്ചിട്ടാണ് കിട്ടട്ടെ. അതാവുമ്പോൾ നമുക്ക് ഈ ചിലർ പറഞ്ഞത് കൊള്ള പലിശയ്ക്കൊക്കെ എന്നോട് എടുത്തൂടെയും ചോദിച്ചിരുന്നു. എനിക്ക് മനസ്സമാധാനത്തോടെ ഒരു ബിസിനസ് കൊണ്ടുപോകാനാണ് ആവശ്യം. മനസ്സമാധാനക്കേടായിട്ടൊരു പലിശക്കാരൻ ആ ഒരു സംഭവം എനിക്ക് വേണ്ട. ഇതാവുമ്പോൾ നമുക്ക്
സർക്കാർ തരുന്നതുമാണ്, പലിശയില്ല, നമുക്ക് ഇത്ര കാലത്തിൻ്റെ ഉള്ളിൽ എനിക്കത് അടച്ചു കൊടുത്താലും മതി, അതെന്നെ കൊണ്ട് വന്നു, പിന്നെ പറ്റുന്നതേ എടുക്കാവൂ, ഇത്ര കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒരാളും പോയിട്ട് 10 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷം കിട്ടുമല്ലോ എന്ന് വെച്ചാൽ 10 ലക്ഷം എടുക്കേണ്ട. കാരണം അതാണ് നമുക്ക് ഏറ്റവും വലിയ അടിയായിട്ട് വരിക. അപ്പം എനിക്ക് വേണ്ട ഒരു തുക എനിക്കറിയാം, എനിക്ക് ഇത്ര കിട്ടിയാൽ എനിക്കിത് ഇതൊക്കെ ആവുമെന്ന്. പിന്നീട് എന്താ പറയുക, നമുക്ക് ഇപ്പോൾ ബിസിനസ് തുടങ്ങി അതിന് കിട്ടുന്ന ലാഭം വെച്ചിട്ട് നമുക്കത് എടുക്കാം, ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം എന്തായാലും ഞാൻ പറഞ്ഞില്ല, ഇന്നലെ അതേ പറഞ്ഞ കാര്യം തന്നെ, മുമ്പോട്ട് വെച്ച കാല് ഞാൻ ബാക്കോട്ടില്ല. ഇന്നലെ ഈ വീഡിയോ കണ്ടിട്ട് എനിക്കൊരു 100 പേരെങ്കിൽ ഒരു 2-3 പേര് എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്. വീഡിയോ കണ്ടിട്ട്, വീഡിയോനെ കുറിച്ചിട്ടല്ല, ബിസിനസ്സിനെ കുറിച്ചിട്ട്. എല്ലാവരും തുടങ്ങുന്നതാണ്, എല്ലാവരും ക്ലോത്തിങ് ബ്രാൻഡും ജ്വല്ലറി ബിസിനസ് തുടങ്ങുന്നുണ്ട്, ഈ എന്തെങ്കിലും വെറൈറ്റി പഠിക്കുക. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ച കാര്യം, എല്ലാവരും തുടങ്ങുന്നുണ്ട്, അതെന്തുകൊണ്ടാണ് എല്ലാവരും തുടങ്ങുന്നത്? സക്സസ് ആവുന്നത് കൊണ്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോൾ ഓഫ്ലൈനായിട്ട് തുടങ്ങേണ്ട ആവശ്യമില്ല, ഇപ്പോൾ ഓൺലൈനായിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് ജനങ്ങളെ ഏറ്റുപിടിക്കുന്നത്, നല്ല ജെന്യൂൻ ആയിട്ടുള്ള ഏറ്റുപിടിക്കുന്നത് ഉണ്ട്. അപ്പോൾ എല്ലാവരും തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? അത് സക്സസ് ആവുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിലൊരാളായിട്ട് തന്നെ ഞാൻ തുടങ്ങട്ടെ. ഇപ്പോൾ ലാഭമായാലും നഷ്ടമായാലും ഒക്കെ എൻ്റെ അടുത്താണ്, ഞാനാണ് സഹിക്കേണ്ടത്. അപ്പോൾ കുഴപ്പമില്ല, അതെങ്ങനെ നിന്നെ ചുറ്റിപ്പറ്റില്ല, ഞാൻ തുടങ്ങുന്ന എന്നെ ചുറ്റിപ്പറ്റുള്ള ആൾക്കാർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം അത് എൻ്റെ മാത്രം റിസ്ക്കാണ്, അത് ഞാൻ ബാക്കിയുള്ളവർക്ക് ഇത് ചെയ്യുന്നു പറഞ്ഞാൽ ഇട്ട് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്ന് ചെയ്ത് കൊണ്ടാന്ന് പറഞ്ഞാൽ അത് ആ റിസ്ക്കും അവർക്ക് ഇട്ട് കൊടുക്കുന്നില്ല. ഇത് എൻ്റെ മാത്രം റിസ്ക്കാണ്, എൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോണേ. അപ്പോൾ അവർ പറഞ്ഞപ്പോഴും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതിന് കുറച്ച് ട്രിഗറായി, ഭയങ്കര റണ ഫാത്തിമ പറയും പോലെ ട്രിഗറായി. ഞാനത് പറഞ്ഞതിന് ഭയങ്കര രീതിക്ക് എന്നെ പറഞ്ഞു, എന്തിനാണ് വല്ല ജോലിക്കും പോയിക്കൂടെ, ജോലി പോയിട്ട് ചെയ്തൂടെ, എത്ര കാലം നമ്മളൊരാളുടെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്യും, എത്ര കാലം, ഒരു 10,000-നും ഒരു 20,000-നും ഏറിപ്പോയ 30-40 ഒക്കെ ആയിക്കോട്ടെ, എത്ര കാലം നമ്മൾ വർക്ക് ചെയ്യും ഒരാളുടെ കീഴിൽ, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും സമ്പാദ്യം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് അത്യാവശ്യം വേണ്ടിയിട്ട് ഒരു ലീവ് വേണം. ഇപ്പം എനിക്കൊരു മോളുണ്ട്, മോൾക്ക് പനി വരും, അവിടെ സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാവും, ചിലപ്പോൾ അവൾക്ക് വേറെ എന്തെങ്കിലും ചുറ്റുപാടായിട്ട് എനിക്ക് അവളെ കൂടെ പോകേണ്ടി വരും. നമ്മളൊരു ലീവിന് വേണ്ടിയിട്ട് ഇറക്കണം, തരുമോ അതന്നെ ഒരാഴ്ച മുമ്പ് പറയണം. അത് ഒരാഴ്ച മുമ്പ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യണം, എൻ്റെ മോൾക്ക് ഇങ്ങനെ കാര്യമുണ്ട്, അത് ഒരാഴ്ച മുമ്പ് പറയണം. എന്തിനാ അതിനൊക്കെ നിൽക്കണേ? ഞാനും ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്തിട്ടുള്ള 2-3 സ്ഥാപനത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ്. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ അവർ തരുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ അവരെ വകയുള്ള പ്രഷർ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തിനാ അത് വെറുതെ വേണ്ട. എത്ര കാലം നമ്മളൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യും? അതിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ എന്തായാലും വലിച്ച കാലം മുമ്പോട്ടില്ല. പിന്നെ എന്നോട് ചോദിച്ചാൽ ഗൾഫ് പോയിക്കൂടിയെന്ന്. ഞാൻ ആദ്യം ഇപ്പം ഈ ബിസിനസ് തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പേ, ഒരു മിനിറ്റ് കേട്ടോ, എനിക്ക് ചെറിയൊരു കോൾ വന്നിട്ട്, അർജൻറ്റ് കോളായിരുന്നു, അത് ഞാൻ കട്ട് ചെയ്തത്, വീഡിയോൻ്റെ ഇത് ഞാൻ കട്ട് ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ ഗൾഫ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബിസിനസ് ഐഡിയ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഗൾഫ് പോകാൻ വേണ്ടിയിട്ട് മോളുടെ സായി ദക്ഷ എന്ന പേര്, അതിൽ ഡെക്ക എന്നാണ് ആധാർ കാർഡിലും ബർത്ത് സർട്ടിഫിക്കറ്റിലും ഉണ്ടായി, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് തിരുത്താൻ കൊടുക്കലും ഒക്കെ ആയി ഞാൻ ഗൾഫ് പോവാം അങ്ങനെ ഉറച്ചതാണ്. പിന്നെ എനിക്കിങ്ങനെ ഒരു തോട്ട് വന്നതാണ്, അവിടെ പോയാലും കഷ്ടപ്പെട്ട് തന്നെ, ഒരാളുടെ കീഴിൽ കഷ്ടപ്പെട്ട് തന്നെ, അതിപ്പോൾ ഗൾഫ് പോകണമെന്നില്ലല്ലോ, നാട്ടിൽ നിന്നാൽ പോലെ. പിന്നെ നാട്ടിൽ നിൽക്കുന്നതിനേക്കാളും സാലറി കൂടുമായിരിക്കും. പിന്നെ എന്ന് വെച്ചപ്പോൾ ഞാനും മോളും കൂടെ പോയാൽ മോളുടെ സ്കൂള് എനിക്ക് മീൻസ് ഒറ്റയ്ക്കാവുമ്പോൾ ഓളെ സ്കൂളിൽ പറഞ്ഞേക്കണം, എൻ്റെ ടൈമിങ് നോക്കണം, മോളെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ പിന്നെ ഒന്നാമത്തേക്ക് നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമല്ല. ഇത് ചിലപ്പോൾ നെഗറ്റീവായിട്ട് തോന്നിയാൽ എനിക്ക് എൻ്റെ നാടിനോട് വെറുപ്പല്ല, എനിക്ക് അവിടെയുള്ള കുറച്ച് മനുഷ്യന്മാർ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇവിടെ നിൽക്കാനേ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഒന്നാമെങ്കിൽ ഇവിടെ വിട്ട് പോവുക, അല്ലെങ്കിൽ എനിക്ക് ഗൾഫിൽ പോവുക, ആ ഒരു മൈൻഡ് തന്നെ ആയിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു ഞാൻ നിന്നിരുന്നത്. പിന്നെ എനിക്ക് തോന്നി വേണ്ട, ആരെയും നോക്കണ്ട, സ്വന്തമായിട്ട് തുടങ്ങാം. അങ്ങനെയാണ് പിന്നീട് ഞാനൊരു ഈ ബിസിനസ് ഐഡിയയിലേക്ക് വന്നത്. ഇതിനു മുമ്പ് ഞാൻ ഇതേപോലെ ഒരു ക്ലോത്തിങ് ബ്രാൻഡിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചതാണ്. പക്ഷെ അന്ന് എനിക്ക് വേണ്ട, അന്ന് ഞാൻ നല്ലൊരു കംഫർട്ട് സോണിലായിരുന്നു. റിസ്ക് എടുത്ത് എന്തിനാപ്പം റിസ്ക് എടുത്തിട്ട് വേണ്ട. പിന്നെ ഇങ്ങനെ കിടക്കുക, ഉറങ്ങുക, തിന്നുക, ഇതന്നെ ആയപ്പോൾ എനിക്കിങ്ങനെ മെൻ്റലി പ്രശ്നമാവാൻ തുടങ്ങി, ഭയങ്കര ദേഷ്യമാവാൻ തുടങ്ങി, എന്തിനു പ്രതികരിക്കും, അത് ഇപ്പോഴും ഉണ്ട്, അങ്ങനെയല്ല, ഭയങ്കര കരയാൻ തുടങ്ങി. എന്നെ 2-3 പേർക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ അവരെ വിളിക്കുമ്പോൾ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. അത് അവരോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല, പക്ഷെ ഇതിങ്ങനെ ഇരിക്കല്ലേ. എനിക്ക് ഒരാൾ എത്രയെന്ന് വെച്ചാൽ നമുക്ക് ഒരാൾ കൊണ്ടുതരും, നമുക്ക് എത്രയെന്ന് വെച്ചാൽ ഒരാളോട് ചോദിക്കാൻ പറ്റും.
അപ്പോൾ എനിക്ക് എൻ്റെതായ പേഴ്സണൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യത്തിനൊക്കെ എനിക്ക് പൈസ വേണം. എനിക്ക് അതൊക്കെ ഒരാളോട് എങ്ങനെയാണ് ചോദിക്കുക? തരാഞ്ഞിട്ടല്ല, എന്നാലും പിന്നെ എൻ്റെത് പോട്ടെ, സെക്കൻഡാണ്. മോളുടെ ഫീസ്, വണ്ടി ഫീസ്, സ്കൂൾ ഫീ എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്ക് കൈ നീട്ടുക അത് മതിയായി, വേണ്ട. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒറ്റക്ക് തുടങ്ങാം. ആദ്യം ഞാൻ വിചാരിച്ചിരുന്നൊരു പാർട്ട്ണറെ കൂട്ടാന്ന്. പിന്നീട് ഞാൻ ഓരോന്ന് ആലോചിച്ചപ്പോൾ ഓവർ തിങ്കിങ് നല്ലുള്ളതാണ്, പക്ഷേ ഈ കാര്യത്തിലൊക്കെ എനിക്ക് ഓവർ തിങ്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ഒരാളുടെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ രണ്ട് സ്റ്റൈലാവും. പിന്നെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. ആ ഉള്ള ആൾക്കാരും ഞാൻ തമ്മിൽ ആ ബന്ധം പോവും. അപ്പം അതിൽ നല്ല സ്വന്തം റിസ്ക് ആകുമ്പോൾ ആരെയും നോക്കണ്ട. ഇപ്പോൾ ആ രണ്ടാളെ കൂട്ടിയിട്ട് ഞാൻ റിസ്ക് എടുത്ത് ഈ ഒരു റിസ്ക് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാരണവശാൽ ഇതൊന്നും ഇല്ലാതായിപ്പോയാൽ തിരിച്ചെന്നോട് ചോദിക്കും, നീ പറഞ്ഞിട്ടല്ലേ എന്ന്. ഇതാവുമ്പോൾ എൻ്റെ റിസ്ക്കാണ്, എന്നോട് ആരും ചോദിക്കാനില്ല, എനിക്കാരോടും പറയാനില്ല. കാരണം എൻ്റെ പൈസ, എൻ്റെ എഫേർട്ട് എല്ലാം എൻ്റെ ആണ്. ഞാൻ എന്നോട് മാത്രമേ ഉത്തരം പറയും. ഞാൻ കഷ്ടപ്പെടാതെയാണ് എന്നുണ്ടെങ്കിലും ഓക്കെ. ഞാൻ കഷ്ടപ്പെട്ടിട്ടും എൻ്റെ അത്രയും ഞാൻ ജെന്യൂനായിട്ട് കഷ്ടപ്പെട്ടിട്ടും എനിക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ പോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഞാനിപ്പോഴും എൻ്റെ അമ്മേനോട് ഇത് ഡയറക്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനിങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ 2 ചേച്ചിമാരോട്, പിന്നെ മേമേൻ്റെ മോളോട്, പിന്നെ എനിക്ക് അത്രയും വേണ്ട സുഹൃത്തായ ആൾക്കാരോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എൻ്റെ അമ്മേനോട് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല. അത് പറയാത്തത് ഞാൻ അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നുമല്ല. എന്താണെന്ന് വെച്ചാൽ അമ്മമാരാണ്. അപ്പം ഇപ്പം ഞാൻ ഒന്നാമത് ഒരു മോളായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്, ഡിവോഴ്സായിട്ട് നിൽക്കുകയാണ്. അപ്പം അമ്മേൻ്റെ കാഴ്ചപ്പാടെന്ന് വെച്ചാൽ അമ്മ മരിക്കുന്നതിന് മുമ്പേ അമ്മയ്ക്ക് ഇന്നൊരാളെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കണം. എൻ്റെ അമ്മ ഒരിക്കലും തെറ്റ് വരില്ല, എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. അവളൊരു കുടുംബജീവിതമായിട്ട് ജീവിക്കട്ടെ, നിൻ്റെ കാലശേഷം എന്താ ചെയ്യുക, ഒരു കുട്ടീനെ കൊണ്ട് എങ്ങനെയാണ് ജീവിക്കുക. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു സമാധാനമാണ്. അമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ ഒരു സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുമ്പോൾ എന്തിനാണ്, അങ്ങനെയാണ്, വേണ്ട, ആ ഒരു സംഭവം വരുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അത് പിന്നെ എനിക്ക് അമ്മയോട് ഒരു ദേഷ്യം, പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ അമ്മയും മുഖത്തോട് മോങ്ങണ്ട, കീരിമ്പാമ്പാണ്, നല്ല കീരിമ്പാമ്പാണ്. അത് എല്ലാ മക്കളെയും പോലെ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അമ്മയോട് പേഴ്സണലി ഒരു ദേഷ്യമില്ല. എൻ്റെ അമ്മയാണ്, അമ്മയ്ക്ക് ഞാൻ മോള് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയണം, ചേച്ചിമാർക്കൊക്കെ അറിയണം, ഞാൻ അമ്മയും തമ്മിൽ തീരെ യോജിക്കില്ല. സാധാരണ എല്ലാ അമ്മമാരെ പോലെ തന്നെയാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഒരു കല്യാണ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കൊരാളെ കീഴിൽ നിന്ന് വർക്ക് ചെയ്യാൻ, മീൻസ് ഒരാളുടെ കീഴിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെതായ കയ്യിൽ വേണം. ഞാൻ ഇപ്പോൾ ഒരു കുട്ടീനെ കൊണ്ട് പോകുമ്പോൾ എനിക്ക് അവളുടെ കാര്യം ഒന്ന് ചെയ്യുമോ എന്ന് ചോദിക്കാൻ എനിക്ക് വയ്യ. എനിക്ക് എൻ്റെ മോളുടെ കാര്യം ഞാൻ തന്നെ ചെയ്താൽ മതി. എല്ലാവർക്കും, എല്ലാ ഗേൾസിനും ആണെങ്കിലും എല്ലാ ബോയ്സിനാണെങ്കിലും വേണ്ട ഒരു കാര്യം അത് തന്നെയാണ്, പൈസ. അത് നമ്മുടെ കയ്യിലുണ്ടോ നമുക്ക് റെസ്പെക്റ്റ് ഇങ്ങോട്ട് കിട്ടും. അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, ഇങ്ങോട്ട് കിട്ടും. ഒന്നുമില്ലേ, ആട്ടലും തുപ്പലും പഴിയും എല്ലാം കേൾക്കും. അതിനൊക്കെ എക്സാമ്പിളാണ് ഞാൻ. അപ്പോൾ എൻ്റെ അമ്മനോട് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല. എൻ്റെ അച്ഛനോട് ഞാൻ ഏകദേശം ചോദിച്ചപ്പോൾ അപ്പം അച്ഛമ്മ ഞാനും വരാം, എൻ്റെ കൂടെ ഞാനും കൂടാന്ന് അത്രയുള്ള. ഞാൻ അമ്മേനോട് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല, അമ്മേൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് അറിയാം, കാരണം അമ്മ വീഡിയോസ് കാണലുണ്ട്, ഒക്കെ ഉണ്ട്. അമ്മയ്ക്ക് ഞാൻ പോകണമെന്നും കാര്യങ്ങളൊക്കെ അറിയാം. ചേച്ചിമാരെന്തായാലും പറയാതെ നിൽക്കില്ല. പിന്നെ ഇവിടുന്ന് ഫോൺ വിളിക്കുന്നത്, ഇതിനെക്കുറിച്ച് ലോകനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതൊക്കെ അമ്മ കേൾക്കുന്നുണ്ട്. ഞാൻ ഡയറക്റ്റ് എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ല. അത് പറയണമെന്നുണ്ട്, കുറച്ചും കൂടെ കഴിയട്ടെ, കുറച്ചും കൂടെ ഇതൊക്കെ ഒന്ന് ആയി കഴിഞ്ഞിട്ട് ഞാൻ തുടങ്ങാൻ പോവാട്ടോ എന്ന് പറയും. എന്തായാലും അമ്മ പ്രാകൂലല്ലോ, ഒരമ്മമാരും പ്രാകൂല, നശിച്ചു പോരാന്നാണ് പ്രാകൂല, എന്നാലും പ്രാർത്ഥിക്കുള്ളൂ. പറയാൻ കാരണം ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ ലിങ്ക് അമ്മേൻ്റെ ഗ്രൂപ്പിലേക്ക് ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഇട്ടിട്ട് അമ്മ പറയുന്നുണ്ട്, ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും ഗ്രൂപ്പിലേക്ക് കിട്ടോ എന്ന് അമ്മ പറയാൻ കേൾക്കുന്നുണ്ട്. എന്നോട് ഡയറക്റ്റ് പറയണില്ല. ഞാൻ എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി നിന്നപ്പോൾ ഞാൻ കേൾക്കുന്ന വെച്ച് വേഗം അമ്മ മ്യൂട്ട് ചെയ്ത്. കേൾക്കുന്നുണ്ട്, നമ്മൾ അമ്മ അങ്ങനെ ചേരൂല, എനിക്ക് ഇഷ്ടക്കുറവല്ല, അങ്ങനെ ആണല്ലോ. ഞാൻ പിന്നെ നല്ല വായടിക്കും, ആ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും പ്രാർത്ഥന ഉണ്ട്. ഇനിയിപ്പോൾ അറിയില്ല, ഞാൻ എന്തായാലും ഇനി വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ എന്തായാലും മലപ്പുറം പോയി കഴിഞ്ഞ് അവിടെ എന്താണോ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് വരാം. അവിടെ നിന്ന് എന്തായാലും ഞാൻ വീഡിയോ എടുക്കൂല. എനിക്ക് നമ്മൾ അർജൻ്റ് ഒരു കാര്യത്തിന് ഇപ്പോൾ അവിടെ ഫോണും പൊക്കി പിടിച്ച് പോകാൻ എനിക്ക് വയ്യ. എനിക്കിങ്ങനെ സംസാരിക്കാൻ എനിക്ക് അപ്പം പറ്റില്ല. പിന്നെ അവർ കംഫർട്ട് ആവണമെന്ന് എനിക്കറിയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ പോയി വന്നതിൻ്റെ ശേഷം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം.
ഇതിലെന്തൊക്കെ തെറ്റുകളുണ്ട്, ഇനി ഞാൻ പറഞ്ഞെന്തെങ്കിലും തെറ്റാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാം. അപ്പോൾ ഇപ്പോൾ കൂടെ നിന്ന പോലെ തന്നെ അതെനിക്ക് ഇന്നലെ മനസ്സിലായി, ഇഷ്ടമായിട്ടുണ്ട്. ഇതേപോലെ തന്നെ മുമ്പോട്ട് പോകും, എന്നെ കൂടെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ പോയി വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായെന്നും എല്ലാം ഞാൻ വീഡിയോ ആയിട്ട് പറയാം. അപ്പോൾ പോയിട്ട് വരാൻ ടൈം ഇപ്പോൾ 10 മണിയാവാനായി. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ മോൾ വരുന്നതിന് മുൻപ് എനിക്ക് ഇങ്ങോട്ട് എത്തണം. അപ്പോൾ അതിൻ്റെ രീതിക്ക് പോവുകയാണ്. പോയി വന്നതിന് ശേഷം എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഓക്കെ, ബൈ.